പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിൽ ടി കെ ഗോവിന്ദനും. CPM-ന് രണ്ടുപേരെയും തോൽപ്പിച്ചേ പറ്റൂ. പയ്യന്നൂരിൽ സിറ്റിംഗ് MLA കൂടിയായ TI മധുസൂദനനും തളിപ്പറമ്പിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയുമാണ് എതിരാളികൾ. രണ്ടിടത്തും പ്രചാരണത്തിനിടയിൽ തന്നെ അനേകം പരാതികളാണ് ഇരുപക്ഷവും ഉയർത്തിയത്. ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ തട്ടിപ്പ് നടത്തിയെന്ന ആരോപണം ഉന്നയിച്ചതിനാണ് വി കുഞ്ഞികൃഷ്ണനെ CPM പുറത്താക്കിയത്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം ആരോപണത്തിന് തെളിവായി ചില ബാങ്ക് രേഖകൾ കുഞ്ഞികൃഷ്ണൻ പുറത്തുവിടുകയും ചെയ്തു. CPM സ്ഥാനാർത്ഥി TI മധുസൂദനൻ ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു. വ്യാപകമായി പ്രചാരണ സാമഗ്രികൾ നശിപ്പിക്കപ്പെട്ടെന്ന് UDF-ഉം പരാതി നൽകി. പയ്യന്നൂരിലെ CPM ഓഫീസിൽ കള്ളവോട്ട് ചെയ്യാനായി വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിക്കുന്നുവെന്ന ഗൗരവമായ ആരോപണം ഉന്നയിച്ചത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ്. നിലവാരമില്ലാത്ത ആരോപണമെന്നായിരുന്നു ഇതിന് P ജയരാജന്റെ മറുപടി. പയ്യന്നൂരും തളിപ്പറമ്പും പിന്നിട്ട് ഇങ്ങോട്ട് പോരുമ്പോൾ പേരാമ്പ്ര. ഫാത്തിമ തഹ്ലിയക്കെതിരെ CPM-ന്റെ പ്രചാരണ വാഹനത്തിൽ നിന്നും മുഴങ്ങിയ അനൗൺസ്മെന്റ് ഉയർത്തിവിട്ട വിവാദങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. ആദ്യഘട്ടത്തിൽ ആരോപണം നിഷേധിച്ച TP രാമകൃഷ്ണൻ പിന്നീട് സംഭവം പാർട്ടി പരിശോധിക്കുമെന്ന് പറഞ്ഞു. മതം പറഞ്ഞ് വോട്ട് പിടിച്ചിട്ടില്ലെന്ന് തഹ്ലിയയും മറുപടി നൽകി. എന്തായാലും ഇലക്ഷൻ കമ്മീഷൻ ഇരുകൂട്ടർക്കുമെതിരെ കേസെടുത്തു. വോട്ടെടുപ്പ് കഴിഞ്ഞാലും കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ തികഞ്ഞ സംയമനം പേരാമ്പ്രയിൽ അനിവാര്യം. മറ്റൊരു മണ്ഡലം പാലക്കാടാണ്. ഡീൽ ആരോപണം രാഷ്ട്രീയം, അതൊക്കെ തിരഞ്ഞെടുപ്പ് കാലത്ത് സ്വാഭാവികം. എന്നാൽ അതിനപ്പുറത്തുള്ള ചിലതും പാലക്കാട് സംഭവിച്ചു. രമേഷ് പിഷാരടിയുടെ പ്രചാരണം തടഞ്ഞ സംഭവം അതിലൊന്നു മാത്രം. മറ്റൊന്ന് കോൺഗ്രസ് കൗൺസിലർക്കെതിരെ ഉയർന്ന ലൈംഗിക പീഡന പരാതി. രണ്ടും പാലക്കാട്ടെ പ്രചാരണത്തെ ചൂടുപിടിപ്പിച്ചു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന പാലക്കാട് അച്ചടക്കവും ജാഗ്രതയും അനിവാര്യം.